കാലം ദൈവം നമ്മെ നടത്തി എല്ലാ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും എല്ലാം ദൈവം നമ്മെ വിടുവിച്ച് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമ്മെ കൊണ്ടുവന്ന് സ്തോത്രം ചെയ്യാം. നാം ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ടതിന് ആമേൻ ദൈവത്തിന്റെ പ്രസൻസ് നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മുടെ പാപങ്ങളെ നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവ സാന്നിധ്യത്തിന് തടസ്സമായി ദൈവകൃപയ്ക്ക് തടസ്സമായി നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിൽ വരുന്നതിന് തടസ്സമായി കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രവർത്തിയിൽ ഇടപെടലുകളിൽ വിശുദ്ധമായ രക്തത്താൽ അവിടുന്ന് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താവേ അങ്ങയുടെ കൃപയിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ നിറയ്ക്കുമാറേ ഞങ്ങൾ പാടുമ്പോൾ ആരാധിക്കുമ്പോൾ അങ്ങയുടെ ആരാധനയിൽ പ്രസാദം എടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഞങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അനുഭവിക്കുവാൻ ദൈവമിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്ക് പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കാം. ആദ്യമായിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റേജിൽ പാടുവാനായിട്ട് ആരംഭിച്ചത്. എല്ലാവരും കരങ്ങളെ അടിച്ച് പാടണം. ഞങ്ങൾ പാടുന്നത് ലീഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും കരങ്ങളെ അടിച്ച് വരും ദിവസങ്ങളിൽ പാടുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവര് സ്റ്റേജിലോട്ട് കടന്നു വന്ന് പാടുവാനും ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാം ദൈവം ഭംഗിയായും ചന്തമായും ഉചിതമായും നിറവേറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ അടിച്ച് പാട്ടുകൾ ഡേവിഡ് ബ്രദർ നമ്മുടെ കൈ തന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനകത്ത് പാടാനായിട്ട് കഴിയും. ആദ്യം നമ്മൾ പാടുന്ന പാട്ട് സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവന് പാടിടുവിൻ സ്തുതി ഉചിതം മനോഹരവും നല്ലതും എന്നറിവിൻ. ഒരു പഴയ പാട്ടാണെങ്കിലും അതിന്റെ വരികൾ വളരെ അർത്ഥവത്തായ വരികളാണ്. അതിൽ രണ്ടാമത്തെ വരികൾ ഇങ്ങനെ പറയുന്നു: കർത്താവിന്റെ കരം ആകാശവിധാനങ്ങളില് നക്ഷത്രത്തെ ആമേൻ ഒരുക്കി വെക്കുന്ന സമയത്തിന് മുമ്പേ നമ്മുടെ രക്ഷയെ കുറിച്ച് കർത്താവ് സ്വപ്നം കണ്ടിരുന്നു. അല്ല, രക്ഷയെ കുറിച്ച് അവൻ അറിഞ്ഞിരുന്നു. അതാണ് തിരുക്കരങ്ങൾ നിരത്തി വെച്ചു താരകങ്ങൾ ഗഗനെ ഒരുക്കിവൻ നമുക്ക് രക്ഷാ മാർഗം അതിനു മുൻപേ. ആമേൻ. ആ വലിയവനായ ദൈവത്തെ നമ്മൾ രാവിലെ പാടി സ്തുതിക്കാൻ പോവുകയാണ്. കരങ്ങളെ അടിച്ച് നമുക്ക് പാടാം. ആരാധന കർത്താവിന് കൊടുക്കുന്നതാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ വളരെ അനുഗ്രഹം ഉണ്ടാകുവാനും ഭയം മാറുവാനും അവൻ വേദന മാറുവാനും ഒക്കെ നമുക്ക് പാട്ടിലെ ചില വരികൾ നമുക്ക് ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പാടാം. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ ദേവാദിദേവന്മാരിൽ വന്നു ഭാവിയെ തേടി വന്നു വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കായി. തിരുക്കരങ്ങൾ വിരട്ടി വച്ചു താരകങ്ങൾ ഗഗനെ ഒരുക്കിയവൻ നമുക്കു രക്ഷാ മാർഗമറിയുന്നു.
ഒരു പാട്ടുകൂടെ പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാൻ ഏറെ കാരണമുണ്ട്. കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തെ പാടി സ്തുതിപ്പാൻ. ഹല്ലേലൂയ. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ദൈവമക്കളെ, നാം ചോദിച്ചത് മാത്രമല്ല നമുക്ക് കർത്താവ്. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ശ്വാസം തരണമെന്ന് പഠിപ്പിക്കുന്ന ആരും പ്രാർത്ഥിച്ചു കാണുന്നില്ല. എന്നാൽ അത് വരുവാനും ദൈവം ശക്തനായതുകൊണ്ട് ഇന്ന് രാവിലെ കടന്നു വന്ന് നമുക്ക് ആ ദൈവത്തെ ആരാധിപ്പാൻ കഴിയില്ല. നമ്മൾ കരങ്ങളെ അടിച്ച് നമുക്ക് ഇപ്പോൾ പാടാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടിപ്പാടാൻ ഏറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടിപ്പാടാൻ ഏറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടിപ്പാടാൻ ഏറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ,
എന്റെ ദൈവം എന്റെ നിരവുകളെ മാറ്റിയിടുകയോ എന്റെ വിശാലതയുള്ള സ്ഥിരമുള്ള ക്രിസ്തുവെന്ന പാറമേൽ എന്റെ ജീവിതത്തെ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എന്റെ കാൽ വഴുതുവാൻ അവൻ അനുവദിച്ചില്ല. സംഗീതക്കാരൻ ഇങ്ങനെയാ പറയുന്നത്, എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിന്റെ ദയ എന്നെ സാധിച്ചു. കാൽ വഴുതി പോയ നിമിഷങ്ങളിലെല്ലാം നാം കരഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ ഓടിച്ചെന്ന് കർത്താവേ ഞാൻ വീഴാൻ പോകുകയായിരുന്നു പറഞ്ഞപ്പോൾ നമ്മുടെ നിസ്സഹായതകളുടെ നടുവിൽ എന്റെ ദൈവം കരം തന്ന് വഴുതി പോകുന്ന അവസ്ഥകളെ മാറ്റി ക്രിസ്തുവെന്ന ഭാരമേ എന്നെയും നിങ്ങളെയും ദൈവം ഉറപ്പിച്ചു. ആ ദൈവത്തോട് നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്നത്തെ കാലം ദൈവസന്നിധിയിലേക്ക് നാം മടങ്ങി വരാം. ഇന്ന് പകൽക്കാലം അല്പസമയം നമുക്ക് ദൈവസന്നിധി കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മളെല്ലാവരെയും ദൈവ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ പകൽക്കാലം ദൈവസന്നിധിയിൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ ബലത്തോടെ നമ്മളെ ഇന്ന് പകൽ കാണുമാറാക്കിയതിന് ആഴ്ചക്കാലം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയുണ്ടാകേണ്ടതിന് ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകേണ്ടതിന് എല്ലാ കുടുംബങ്ങളെയും ആശ്വാസവും അനുഗ്രഹവുമാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വചന ശുശ്രൂഷകളെ ആരാധനകളെ നമ്മുടെ സഭയെ ഓർത്തുകൊണ്ട് 2-3 പേർക്ക് ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.
അങ്ങയോട് യാചിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എത്രത്തോളം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നു. അപ്പൊ ഈ സഭായോഗത്തിന്റെ അവസാന നിമിഷം വരെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവേ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ദൈവം ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വ്യക്തിപരമായി ഞങ്ങളുടെ ഹൃദയങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വരദാനം ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിശേഷാൽ വചന ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കണമേ. തക്കതായ വചനം ദൈവമേ ഞങ്ങൾക്ക് നൽകി തരുമാറാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഈ ദേശത്ത് ഈ സഭ ഒരു അനുഗ്രഹമായി മാറുവാൻ, അനേകരെ ദൈവത്തിലേക്ക് നേടുവാൻ, ഈ ദേശത്തെ ദൈവത്തിലേക്ക് നയിക്കുന്ന ഒരു വിശ്വസ്തദാസന്മാരുടെ കൂട്ടമായി മാറേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. Psalm 121 നമുക്ക് 121ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 121. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീഴിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീഴിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. Praise God. Psalm 121. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗണത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. അത്രത്തോളം നമ്മെ പരിപാലിച്ച് ഈ വർഷത്തിന്റെ അവസാനത്തെ ഞായറാഴ്ചയിൽ ദൈവസന്നിധിയിൽ കടന്നു നമുക്ക് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ, ദൈവം ചെയ്ത നന്മകളെ തിരിഞ്ഞു നോക്കി കർത്താവിന് നന്ദി കരയിക്കുവാനും, അവൻ നമ്മെ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോട് ശേഷിപ്പിച്ച ആ ദൈവത്തെ നമുക്കൊരു പ്രാവശ്യം ആസ്വദിക്കാം. Hallelujah, hallelujah, hallelujah. Lord, we thank you for the grace. We thank you for your power. We thank you for your mercy and your loving kindness upon our life. As we sit in your presence today, I pray that you speak to our hearts and bless us, our God. We give you glory and honor. In Jesus' precious name I pray. Amen. Please be seated in the presence of God. നമുക്ക് ഈ വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ദൈവം നമുക്കൊരവസരം കൂടി നൽകി. ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സഭയിൽ ഉള്ള എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഭ ഇത് ഈ വർഷത്തെ ലാസ്റ്റ് സൺഡേ ആണ്. സോ ഐ എം ഗോയിങ് ടു ഡു സംതിങ് ദാറ്റ് ഐ നോർമലി ഡോണ്ട് ഡു. അതുകൊണ്ട് അല്പസമയം ഞാൻ സാധാരണഗതി ഐ ജസ്റ്റ് ഗോ ഫാസ്റ്റ് വിത്ത് മെനി തിങ്സ്, ബട്ട് ടുഡേ ഐ ഹാവ് ടു സ്റ്റേ ഹിയർ ആൻഡ് ടേക്ക് ലിറ്റിൽ ടൈം ടു ഡു എ ഫ്യൂ തിങ്സ്. ഒന്നാമത് നമുക്ക് ഈ സഭയുടെ പ്രവർത്തനത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് സജി ബ്രദർ, ബിന്ദു സിസ്റ്റർ, അച്ചായൻ, ബബീന മോൾ,
അവർ ഈ സഭയുടെ ആരാധനയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ കമ്മ്യൂണിറ്റിയിൽ റീച്ച് ചെയ്യുന്നതിന് അനേക തരത്തിൽ ഉള്ള എഫർട്ടുകൾ എടുത്ത് അതിൽ പണമോ ശാരീരിക സൗഖ്യമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ ഒന്നും വകവെക്കാതെ they are doing a lot of things, and I thank God for them. എന്ന് അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഈ കുടുംബത്തെ അധികമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ മധ്യത്തിലായിരുന്ന പ്രൊഫസർ ജോൺ തോമസ് അദ്ദേഹം നാട്ടിൽ കടന്നുപോയി. നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ പ്രിയ മകളുടെ വിവാഹം ഈ ശനിയാഴ്ച വളരെ അനുഗ്രഹത്തോടെ നടക്കുവാൻ ദൈവം സഹായിച്ചു. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ആൻഡ് ഹി ഈസ് അപ്രീഷിയേറ്റിംഗ്. നമുക്ക് പ്രിയ കുഞ്ഞുങ്ങളെ തുടർന്നും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് എല്ലാവരെയും സമർപ്പിക്കാം. ആൻഡ് വിൽസൺ ബ്രദറിനെ, വിനി സിസ്റ്ററിനെ, പ്രിയ അമ്മാവയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മളിവിടെ കാണുന്ന ഈ ട്രാൻസ്ലെറ്റ് ഈ പ്രിയ കുടുംബം ഇവിടെ ഡൊണേറ്റ് ചെയ്യാൻ, ഐ ആം നോട്ട് മേക്കിംഗ് ഇറ്റ് പബ്ലിക് ഫോർ എനി ഗ്ലോറി ഓർ എനിത്തിങ്, ബട്ട് നമ്മുടെ ഈ ചർച്ച ആരംഭിച്ച ആ സമയങ്ങളിൽ ഈ പ്രിയ ബ്രദർ എന്നോട് ചോദിച്ച് വാട്ട് ക്യാൻ ഐ ഡു ഫോർ ദ ചർച്ച്. അപ്പം എന്തോ വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ആ ഒരു സന്നദ്ധതയോടുകൂടി എന്നോട് സംസാരിച്ചു. അന്ന് പ്രോമിസ് ചെയ്ത ഒരു ട്രാൻസ്ലെറ്റാണിത്. എല്ലാത്തിനും അതിൻ്റെ ഒരു സമയം ദൈവത്തിൻ്റെ മുന്നിലുണ്ട്. നമ്മൾ ഏത് കാര്യവും നമ്മുടെ വളർച്ചയുടെ കാര്യത്തിലായിരുന്നാലും സഭയുടെ വളർച്ചയുടെ കാര്യത്തിലായിരുന്നാലും എല്ലാം ദൈവമാണ് നിയന്ത്രിക്കുന്നത്, ഞാനല്ല നിയന്ത്രിക്കുന്നത്. ഈ സഭയുടെ എല്ലാ കാര്യങ്ങളും ദൈവം തന്നെയാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ദൈവം നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊന്നും അഴുക്കായി പോകത്തില്ല, എല്ലാം നന്നായി വരത്തില്ല. നമുക്കതിൽ അങ്ങനെ തന്നെ നമുക്ക് തുടർന്നും ആഗ്രഹിച്ചു ദൈവസന്നദ്ധിയിൽ. സോ വി താങ്ക് യു ഫോർ ദിസ്. ഇത് കണ്ടപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രദർ ജെയ്സനോട് പറയായിരുന്നു, മേ ബി വി ഷുഡ് യൂസ് എ ഹോൾ pulpit for the drum set and for the keyboard. And so beginning next Sunday, I'm going to sit at there. That is how we started. We started sitting there, and then nobody was here, and Brother Wilson was telling we need some faces here. So that was my face then. And so now we have more faces coming here and singing, and so we don't have to have somebody sitting here. So I'm going to let them use whatever their space they want, because we need space for you to come and sing and move around. So we're going to use the stage what we have for singing and all those purposes. So beginning next Sunday, I'll sit in the audience. It's actually good for me. I can see the song lines and everything. So thank you. അതുപോലെ തന്നെ ബ്രദർ Justin, I thank you for being part of this church. In a few moments, I'm going to do something else. Brother Justin, ഈ ചർച്ചിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ദൈവം ആണ് ഓരോരുത്തരെയും ഈ ചർച്ചിൽ കൂട്ടി വരുത്തുന്നതെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ബുധനാഴ്ച നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ ചർച്ച് വളരുവാനും ഈ ചർച്ചിൽ എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കുവാൻ ദൈവം ഓരോ വ്യക്തികളെ കൊണ്ടുവരണം. അതുപോലെ സഭയിലുള്ള കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണം, പ്രശ്നങ്ങളെ ദൈവം പരിഹരിക്കണം, രോഗങ്ങളെ സൗഖ്യമാക്കണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയുമാണ് നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലേറ്റായിട്ട് നമ്മുടെ മധ്യത്തിൽ ജെയ്സൺ കുടുംബം, സിസ്റ്റർ ബിൻസി കുടുംബം, we are all part of the same കുടുംബം, but I'm going to say the names: Binsi, Sister Binsi, and Jonathan, and Jocelyn, and Jeremy. നിങ്ങളെ ഞാൻ ഓർത്ത് വളരെ സന്തോഷിക്കുന്നു, വളരെ അധികം ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം കഴിഞ്ഞ ആഴ്ചയിലെ ബുധനാഴ്ച പ്രാർത്ഥനയിൽ, സാധാരണ നമ്മുടെ ബുധനാഴ്ച പ്രാർത്ഥനയിൽ ഒരു ചെറിയ സംഖ്യ ആളുകൾ മാത്രമേ വരാറുള്ളൂ. നമ്മുടെ ചർച്ച ചെറുതാണ്. സോ ചില ആഴ്ചകളിൽ ചിലർക്ക് ചില പ്രത്യേക ആവശ്യങ്ങളുണ്ടാകും. You understand it? But usually we have 3 or 4 people. Last Wednesday we had a lot of sign on. Thank God for both Jason and Sister Binsi, and they
they prayed in the church for the church, and so it's actually good. ദൈവം നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവരുന്നവര് പ്രാർത്ഥന സ്വഭാവമുള്ളവരാണ് എന്ന് കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പ്രാർത്ഥന ആണ് നമുക്ക് ഏറ്റവും ആവശ്യം. നമുക്ക് ഡ്രം സെറ്റ് ഉണ്ടായിരുന്നാലും കീബോർഡ് ഉണ്ടായിരുന്നാലും എത്ര ആകർഷണീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും നമ്മെ നിലനിർത്തുന്നത് നമ്മെ നിലനിർത്തുന്നത് ദൈവ മക്കളുടെ പ്രാർത്ഥനയാണ്. ഈ സഭയിൽ കടന്നു വരുന്നവരെല്ലാവരും പ്രാർത്ഥനാ സ്വഭാവമുള്ളവരായിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. Sister Lindsay, we thank you for your song today. അത് വളരെ സന്തോഷമാണ്. വളരെ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയും പാടുകയും ചെയ്യുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത് ഒരുമിച്ചുള്ള പ്രാർത്ഥന. ഞാൻ പിന്നെ നിങ്ങളാരും ഒന്നും ചെയ്തില്ലെന്ന് വെച്ചാൽ പേര് പറഞ്ഞു. And also Jeremy, we thank you for your gift, and ദൈവം നമുക്ക് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. Brother Jason has been helping and he's planning a lot of different things, and we thank you. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ഒരുപാട് സേവിക്കാനായിട്ട് കഴിയും. And I know brother I'm calling you brother, that's my habit. Jonathan, I know you have a lot of gifts. I know Jocelyn have a lot of gifts. God has given everybody gifts. ദൈവം കൃപകൾ കഴിവുകൾ കൊടുക്കാത്ത ഒരു വ്യക്തിയില്ല. ഒരു വ്യക്തിയില്ല. നമ്മൾ ചിലപ്പോൾ ആ കഴിവുകളെ മനസ്സിലാക്കിയില്ല. നമ്മൾ ചിലപ്പോൾ നമ്മുടെ കഴിവുകൾ നമ്മുടെ ഉള്ളിൽ ഡോർമെന്റ് ആയിട്ടിരിക്കും. നമ്മുടെ പല കഴിവുകളും നമ്മൾ വികസിപ്പിക്കുന്നില്ലെങ്കിൽ അത് ഡോർമെന്റ് ആണ്. ഇറ്റ്സ് ദേർ. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് ഒരു പോയിന്റ് അതാണ്. യൂസ് ദ ഗിഫ്റ്റ് ദാറ്റ് ആർ ഡോർമെന്റ് ഇൻ യുവർ ലൈഫ്. ദൈവം നമ്മുടെ ലൈഫിൽ തന്നിരിക്കുന്ന എല്ലാ കഴിവുകളും, ഈ ചർച്ച എന്ന് പറയുന്നത് എല്ലാവരെയും ആവശ്യമുള്ള ഒരു സഭയാണ്. എല്ലാവരുടെയും കഴിവുകൾ ആവശ്യമുള്ള ഒരു സഭയാണ്. എല്ലാവരുടെയും കഴിവുകൾ വികസിപ്പിക്കുന്ന ഒരു സഭയാണ്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ബട്ട് ഐ വിൽ ഗിവ് യു ഓൾ ഓപ്പർച്യൂണിറ്റീസ് ഡിപ്പെൻഡിങ് ഓൺ വെയർ യു ആർ ഗുഡ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള കഴിവുകൾ, സ്ട്രോങ് ആയിട്ടുള്ള കഴിവുകൾ ഉപയോഗിക്കുക. വീക്കായിട്ടുള്ള കഴിവുകളൊക്കെ വിട്ട് കളയുക. ബട്ട് there are a lot of gifts that is in us that is very strong. Amen. And if we use it, we become stronger. So today I am very excited. നമ്മൾ ഈ വർഷത്തിന്റെ അവസാനത്തെ സൺഡേ അവസാനിക്കുമ്പോൾ നമുക്ക് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ഉള്ളതിനേക്കാൾ 1-2 മെമ്പേഴ്സ് കൂടെ വന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും തുടർന്നുള്ള സമയങ്ങളിൽ may God work to bring many more souls and add them to not just to this church, to the kingdom of God. നമ്മുടെ കാഴ്ചപ്പാട് ഒരു ലോക്കൽ സഭയ്ക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല, ദൈവരാജ്യത്തിന്റെ വ്യാപ്തി. അതാണ് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഞാൻ 1-2 കാര്യങ്ങൾ കൂടെ ഇന്ന് ചെയ്തതിന് ശേഷം we will take the offering. കഴിഞ്ഞ ചില ആഴ്ചകൾ, ചില മാസങ്ങൾ Brother Justin, can you come here for a minute? And if you come here and face the church for one minute. So കഴിഞ്ഞ ചില മാസങ്ങൾ Brother Justin നമ്മുടെ സഭയിൽ വരുവാൻ ദൈവം സാഹചര്യങ്ങളെ ഒരുക്കി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദൈവമാണ് അതിനുള്ള സാഹചര്യങ്ങൾ, മുഖാന്തരങ്ങൾ ഒക്കെ ഒരുക്കി. ഈ പ്രിയ ദൈവദാസന്റെ ജീവിതത്തിൽ എനിക്ക് വളരെ സന്തോഷം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ദൈവത്തിന്റെ വചനം നാട്ടിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. ഇവിടെ തുടർന്നും ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ CFNI സ്കൂളിൽ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഈ സഭയിൽ കടന്നു വന്നു, ഇവിടെ ഉള്ള മിനിസ്ട്രികളിൽ പങ്കെടുക്കുന്നു. നമ്മളുടെ ഏത് കാര്യങ്ങളിലും വളരെ മുന്നേ നിൽക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ഇൻഡിക്കേറ്റ് ചെയ്തത് നമ്മുടെ സഭയുടെ ഒരു അംഗമായിട്ട്
മുൻപോട്ട് പോകുവാനായിട്ടുള്ള താല്പര്യമാണ് കർത്താവിൻ്റെ ദാസനുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ നമ്മുടെ സഭയിലുള്ള മറ്റ് എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിനോട് കാഷ്വലായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇവിടെയുള്ള എല്ലാവർക്കും ജസ്റ്റിൻ ഈ സഭയുടെ അംഗമായി തീരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് I am just going to welcome you to this church and also that as long as you are a member of this church, we just follow the doctrines of the practices of this church and cooperate in every ministry, and so that together we can build the kingdom. I'm just going to say a small prayer for you. എന്റെ ദാസന്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഘട്ടങ്ങളിൽ കൂടി കടന്നുപോയപ്പോ, പല പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയപ്പോ ഒരിക്കലും കൈവിടാതെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത ദൈവത്തിന്റെ കൃപയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദാസൻ ഈ സഭയുടെ അംഗമായി തീരുമ്പോൾ ഈ സഭയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് അതൊരു മുതൽക്കൂട്ടായി തീരണമേ. ഈ സഭ കർത്താവേ പ്രിയ ജസ്റ്റിന് ഒരു അനുഗ്രഹമായി തീരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദാസനെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. He become a blessing to all. In Jesus' name I pray. Amen. Hallelujah. Praise God. So I know something is happening at the back, and so let us focus here for a few more minutes. കഴിഞ്ഞ നമ്മുടെ സഭ ആരംഭിക്കുന്നത് 2024 ഒക്ടോബർ മാസത്തിലാണ്. കഴിഞ്ഞ ആ ഒക്ടോബർ മാസത്തിൽ ഈ സഭ ആരംഭിക്കുന്ന സമയം മുതൽ ഇതിനുള്ള ഇയർലി സംസാരങ്ങളൊക്കെ ഞാനും എൻ്റെ വൈഫും ഒരു ദിവസം ഇവിടെ വന്ന് സിസ്റ്റർ ബിന്ദുവിനോടും സജീവനോടും പ്രിയ അച്ചായനോടും ഭവനമോടോടും ഈ ഫെസിലിറ്റിയൊക്കെ ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച ആ ദിവസം മുതൽ പ്രിയ അച്ചായൻ ഈ സഭയുടെ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ സഭ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഏറ്റവും ഈ സഭയിലെ ഏറ്റവും മുതിർന്ന പൗരൻ അച്ചായനാണ്. I come second. ഏറ്റവും മുതിർന്ന പൗരനാണ്. ബഹുമാനം അർഹിക്കുന്ന ഒരു അച്ചായനാണ്. ഇവിടെ വരുന്ന എല്ലാവരോടും സമയമെടുത്ത് സംസാരിച്ച്, ചിലപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സംസാരിക്കും തോന്നും. പക്ഷേ അങ്ങനല്ല. സമയമെടുത്ത് ഇവിടെ വരുന്നവരെ ഗ്രീറ്റ് ചെയ്ത് ഇവിടെ വരുന്നവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് അവരുമായിട്ട് കുശല പ്രശ്നങ്ങൾ ഒക്കെ നടത്തുന്ന ഈ പ്രിയ അച്ചായനെ നമ്മുടെ സഭയിലെ ഒരു യൗവനായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ചർച്ചിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയം മുതൽ തന്നെ, ആദ്യത്തെ ആഴ്ച മുതൽ തന്നെ നമ്മളോട് കൂടെയുള്ള ഒരു ഫാമിലിയാണ് ബ്രദർ വിൽസൺ ഫാമിലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ he is also into the growth of this church. ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. ഞാൻ ഓർക്കുന്നു, ഇവിടെ ഉള്ള എല്ലാ കുടുംബങ്ങളിലും ഈ ചർച്ച് ഇവിടെ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കാനായിട്ട് ഒരുപാട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് വിൽസൺ ബ്രദർ. അപ്പോൾ ഈ ചർച്ചിന്റെ ഒരു വിസിറ്റിംഗ് കാർഡ് നമ്മൾ അടിച്ചപ്പോൾ അതെല്ലാം പലയിടത്ത് സ്പ്രെഡ് ചെയ്ത് ഈ ചർച്ചിന്റെ ഗ്രോത്തിന് വേണ്ടി, ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതൊരു പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ടല്ല, അതൊരു ആത്മാർത്ഥതയിൽ നിന്ന് സഭ വളരുന്നതിന് വേണ്ടി, അതിൽ കൂടി മറ്റുള്ള അനേകർ കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ കൂടുതൽ ഞാൻ കേട്ട ഒരു വാചകം പറയുന്നത് അനേക സ്നാനങ്ങൾ നടക്കണം. So his interest is actually gaining new souls into the kingdom of God. So today we are also appointing him also as an elder in this church. ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നത്, ഇനിയും ഇതിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളോട് ഞാൻ സ്പീക്ക്. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്
ഒരു ലീഡർഷിപ്പ്, ഇതൊരു ലീഡർഷിപ്പ് പൊസിഷനാണ്. ദിസ് ഈസ് എ ലീഡർഷിപ്പ് പൊസിഷൻ. നമ്മുടെ ചർച്ചയിൽ 2 തരത്തിലുള്ള ലീഡർഷിപ്പ് ഉണ്ടാകും. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും മുൻപേ അധികം ഒന്നും സംസാരിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. But now we are moving forward into the 26, so we are setting up things in a different way. നമ്മുടെ ചർച്ചിൽ 2 തരത്തിലുള്ള ലീഡർഷിപ്പ് ഉണ്ടാകും. There's going to be a leadership that is going to handle the operational matters of the church, and there is a leadership that's going to handle the ministry aspect of the church. ഒരു എൽഡർ എന്ന് പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മിനിസ്ട്രി റിലേറ്റഡ് ആണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആളുകളെ പോയി കാണുക. സോ നമുക്ക് ഇപ്പൊ എനിക്ക് എന്നെ കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. ഐ ആം ലിമിറ്റഡ്. ഞാൻ ഓർക്കുന്നുണ്ട്, മോഡേൺ മാനേജ്മെന്റിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും ഉത്തരം? Any idea? മോഡേൺ മാനേജ്മെന്റിന്റെ പിതാവ് ആരാണ് എന്നൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം എന്തായിരിക്കും? മോശയുടെ അമ്മായപ്പൻ. The father-in-law of Moses. He is actually the father of the modern management leadership system. എന്താണ് അതിന്റെ കാരണം? ഒരു ദിവസം മോശയെ കാണാൻ അദ്ദേഹത്തിന്റെ father-in-law വന്നപ്പോൾ മോശ ഇങ്ങനെ അവൈലബിൾ അല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കേസ് കേട്ടിരിക്കുകയാണ്. അദ്ദേഹം അത് നോക്കിയപ്പോൾ he observed and he came up with some ideas. And he said, Moses, what you are doing is not good. You have no time to handle everything. What you need to do is you appoint one person with this responsibility, appoint another one with this many responsibility, then another. So he created a system that is the modern management. അപ്പോൾ ഒരാളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. So we need everybody together. We can do a lot. നമുക്ക് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഞാൻ ഇന്ന് രാവിലെ ഈ എൽഡേഴ്സിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തിമോഥെയോസിന്റെ ലേഖനത്തിൽ അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ച്, അവരുടെ യോഗ്യതകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയും ജീവിക്കുന്ന ഒരാൾക്ക് ഉതകുന്നതല്ല ഈ അധ്യക്ഷ സ്ഥാനം, ദൈവസഭയിലെ അധ്യക്ഷ സ്ഥാനം. അപ്പം തീത്തോസിന്റെ ലേഖനത്തിൽ മൂപ്പന്മാർക്ക്, when we call elders, that is മലയാളത്തിൽ അതിന് മൂപ്പന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാനത് 2 കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കി ഇന്ന് രാവിലെ. നേരത്തെ പരിശോധിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒന്നും കൂടെ നോക്കി. ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസം വളരെ കുറവാണ്. ഒരു ദൈവസഭയിലെ ഒരു അധ്യക്ഷൻ ആയിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ആ യോഗ്യതകൾ തന്നെയാണ് ഒരു സഭയിലെ എൽഡർ ആയിരിക്കുന്ന ഒരാൾക്കും ഉള്ളത്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ 2 പേരെയും തിരഞ്ഞെടുത്തത്? അവരുടെ സ്വഭാവം, ദൈവ വേലയിലുള്ള അവരുടെ ശുഷ്കാന്തി, ദൈവമക്കളോടുള്ള അവരുടെ സ്നേഹം, അവരുടെ പ്രാർത്ഥനാ ജീവിതം, അവരുടെ സമൂഹത്തിലുള്ള അവരുടെ ഒരു എക്സാമ്പിൾ, അതെല്ലാം അവരെ കർത്താവിൻ്റെ വേലയിൽ ഉപയോഗിക്കുവാൻ, ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ്. സോ ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരും വലിയവരാണെന്ന് നിങ്ങൾ 2 പേരും ഇവിടെ വരെ ഒന്ന് വരികയാണെങ്കിൽ that will be very very appreciated. അച്ഛനെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇല്ല, ഞാൻ അങ്ങ് വന്നോളാം. സോ ഈ 2 ദൈവദാസന്മാർ പിന്നെ അവരുടെ ആരോഗ്യത്തിനനുസരിച്ച്, അവരുടെ പ്രാപ്തിക്കനുസരിച്ച് ഈ സഭയിലുള്ള മിനിസ്ട്രി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്നെയും സഹായിക്കും. അവരുടെ സഹായം എനിക്ക് പല സന്ദർഭങ്ങളിൽ ആവശ്യമാണ്. വിൽസൺ ബ്രദർ ആൾറെഡി അനേക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഹി ഡോണ്ട് നീഡ് ടു ഡു എനിത്തിങ് മോർ, ബട്ട് ഹി ക്യാൻ. അപ്പോൾ ഇന്ന് ഇവരെ 2 പേരെ നമ്മൾ ഇവിടെ ഈ നമ്മുടെ സഭയുടെ എൽഡേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ അവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കണം. അവരുടെ സേവനം ഈ സഭയ്ക്ക് പ്രയോജനമായി തീരും. ഇനിയും തുടർന്നുള്ള സമയങ്ങളിൽ we will take more members and more elders. നമുക്ക് 2 members elders മാത്രമായിരിക്കത്തില്ല, more elders in this church. I am going to pray. കർത്താവേ, പ്രിയ അച്ചായന്റെ ജീവിതത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ മകന്റെ ജീവിതത്തിൽ കർത്താവ് കൂടെ ഇരുന്നു.
ദൈവകൃപയിൽ നടത്തി കർത്താവിന്റെ സന്നദ്ധിയിൽ കടന്നു വരുവാനുള്ള അവസരങ്ങളെ ദൈവം ഒരുക്കി ദൈവത്തിന്റെ കൃപയിൽ എത്രത്തോളം നിലനിർത്തുന്നതിനെ സ്തുതിക്കുന്നു. അനേകർക്ക് ഒരാശ്വാസമാക്കി നിന്റെ മകനെ തീർക്കണമേ. ഈ സഭയുടെ വളർച്ചയ്ക്കും ഈ സഭയുടെ പല പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ ദാസന്റെ പ്രവർത്തനത്തിന് മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ബിൽസഹോദരനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന് കൊടുത്തിരിക്കുന്ന ആത്മീയ കാഴ്ചപ്പാടുകൾക്കായി ഞങ്ങൾ തിരുവേദിക്ക് സ്തോത്രം ചെയ്യുന്നു. അനേകരെ നേടുവാനും അനേകരെ ദൈവരാജ്യത്തിലേക്ക് ആകർഷിക്കുവാനും ദൈവത്തിന്റെ മകനിൽ നിക്ഷേപിച്ചിരിക്കുന്ന വലിയ താല്പര്യം അടുത്ത കാലങ്ങളിൽ അത് ഫലവത്തായി തീർക്കുവാൻ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ദൈവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് രണ്ടുപേരും അനുഗ്രഹമായി തീരുന്നതോട് കാലം ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടുകയും അവരുടെ പ്രവർത്തന മുഖാന്തരം അനേകം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. In the name of Jesus we pray. Amen. Amen. Thank you, Acha. Thank you, Pastor. Praise God. All right. I know we exceeded the time a little bit, so that's okay. Do we have anybody wanted to say that last Sunday, and I may probably take a little extra time today. So ഈ വർഷത്തിന്റെ അവസാനത്തെ സൺഡേ ആയതുകൊണ്ട് I will give you some time for any kind of reflection or testimony. I don't want to deprive you from that. എല്ലാരും വെനസ്ഡേ പറയുന്നിരിക്കുക. So let's move forward. Wednesday നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ട്. ഈ സമയത്ത് I know Sister Bindu, this is your singing. Let's take the offering. കൃപയേറും കർത്താവിലൻ വിശ്വാസം അതിനാൽ ഹൃദയന്തു നലാശ്വാസം ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമായി ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമായി കൃപയോടെ
ഈ സമയം വരെയും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നമ്മെ ആക്കിയ ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയോടെ നല്ല പാട്ടുകൾക്കാണല്ലോ ചെയ്യുവാൻ ബലപ്പെടുത്തിയല്ലോ. കർത്താവെ പാട്ടുകൾ പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന കുഞ്ഞുങ്ങളെ നീ ബലപ്പെടുത്തിയല്ലോ. അപ്പൊ എല്ലാത്തിനും നന്ദി 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 നന്ദിയല്ലാതെ ഞങ്ങൾക്ക് പറയുവാനില്ല. ഞങ്ങൾ ശ്വസിക്കുന്ന വായു പ്രാണവായു പോലും അങ്ങയുടെ ദാനമായതുകൊണ്ട് അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, അവനെ എഴുന്നേൽക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ തന്നു. കർത്താവെ, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും നന്ദി. അത് ഞങ്ങൾ അഹങ്കരിക്കാൻ ഇടയാകരുത്. ഒരു ദിവസം ഞങ്ങൾക്ക് നൽകുന്നത് കർത്താവെ ബോണസായി കരുതിക്കൊണ്ട് ആമീൻ. ഒന്നുകിൽ ഞങ്ങളുടെ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്, ഇത് ഒന്ന് സംഭവിക്കുക തന്നെ ചെയ്യും. അത് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഞങ്ങൾ ആയിരിക്കുന്നത്. സ്വസ്ഥതയില്ല, സമാധാനമില്ല. എവിടെ നോക്കിയാലും മ്ലേച്ഛതകൾ വർദ്ധിക്കുന്നു. നോക്കിയുടെ കാലഘട്ടം ഈ കാലഘട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് അപ്പാ ദൈവമേ, ഞങ്ങൾ ആമീൻ എപ്പോഴും വിജിലന്റ് ആയിരിക്കുവാൻ കർത്താവിന്റെ കാർത്തുനിയിൽ ഞങ്ങൾ ആരും കൈവിടുന്നവരുടെയാകല്ലേ. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് കർത്താവ് ഈ സമയത്തിന്റെ കാര്യങ്ങൾ തരികയാണ്. അപ്പോൾ ദൈവമേ, ഈ ഒരു വർഷം ഞങ്ങൾ തിരിഞ്ഞപ്പോൾ കർത്താവേ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ നീ കൂട്ടി വരുത്തിയല്ലോ. കഴിഞ്ഞ കാലങ്ങളില് കഴിഞ്ഞ ദിനങ്ങളില് അനേകരെ ആരാധിച്ചു. അങ്ങനെയുള്ള എല്ലാ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ഒരുമിച്ച് ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണം. ഈ ഫോണി സിറ്റിക്ക് ഈ സഭയുടെ അനുഗ്രഹമാണ്. ഞങ്ങളുടെ പേരെന്നും കർത്താവേ അതിൽ ഉയരുവാൻ ഇടയാകരുത്. ഞങ്ങളുടെ സ്വയം ഉയരുവാൻ ഇടയാകരുത്. എപ്പോഴും താഴ്മയോടും വിനയത്തോടും ഞങ്ങളായിരിക്കാൻ കർത്താവിന്റെ സന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ രാവിലെ ബൈബിൾ കേട്ടതുപോലെ ഞങ്ങൾ ഓരോ വാക്കുകൾ പറയുന്നതിന് മുന്നമേ ആമേൻ അത് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രകാരമാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാൻ ഞങ്ങൾക്ക് കർത്താവ് കൃപ ചെയ്യുമാറാകണം. വല്ലാത്ത കാലഘട്ടത്തിലാണല്ലോ ആയിരിക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തെ മനസ്സിലാക്കി ആമേൻ ഹല്ലേലൂയ ഏറ്റവും ഭയത്തോടും ഭക്തിയോടും നിന്റെ സന്നിധാനമായിരിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ നിന്റെ കരങ്ങളിൽ സജീവനെയും കർത്താവെയും അഭിനവോളെയും അച്ഛനെയും നിന്റെ കരങ്ങളിൽ തരികയാണ്. ഈ കുടുംബം ഈ പൂർണിയുടെ സിറ്റിയിൽ ഇങ്ങനൊരു സഭ ആരംഭിക്കാൻ ഇങ്ങനെയല്ലോ എന്ന് ഞങ്ങൾ നന്ദിയോടെ കർത്താവിനൊന്നും മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. അമർത്തി കുലുക്കി കവിയുന്ന അവരെ
അവർക്ക് കൊടുത്തിരിക്കുന്ന താലന്തുകൾ, ഹല്ലേലൂയ, എല്ലാ കഴിവുകളെയും അപ്പാ ഈ സഭയിൽ ഉപയോഗിക്കുവാൻ ദിവസങ്ങളിൽ അവർക്ക് നീ കൃപ ചെയ്യുവാനാണ് ഞങ്ങൾ സൈന്യമായി ഹല്ലേലൂയ എഴുന്നേറ്റ് അങ്ങയെ സ്തുതിപ്പാൻ, ഈ ഭൂമിക്ക് ഞങ്ങളുടെ അനുഗ്രഹമാകുവാൻ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് ദൈവരാജ്യത്തിന്റെ പണിക്കുവായി നിൽക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സിറ്റിയിലുള്ള എല്ലാ സഭകളെയും ഞങ്ങൾ ഓർക്കുന്നു. സഭകളൊന്നും സമുദായമായി അത് പിടിച്ചു പോകുന്നേ കർത്താവിനെ കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടും ദർശനങ്ങളും അപ്പാ ദൈവമേ സഭകൾക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വല്ലാത്ത കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നത്. ഞങ്ങൾ കരഞ്ഞില്ല എങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആര് കരയും? ആമേൻ. ഒരു ദിവസം ഹല്ലേലൂയ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുവാൻ മാതാപിതാക്കന്മാരായ ഞങ്ങളെ അവിടുന്ന് കർത്താവേ പ്രാർത്ഥിക്കുന്നു. രോഗികളെ ഓർക്കുകയാണ് പ്രത്യേക കർത്താവേ. ഹല്ലേലൂയ. അനേക രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ബുധനാഴ്ച ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കർത്താവേ. രോഗികൾക്ക് വൈദ്യൻ, രോഗം നീക്കുന്ന മരുന്ന് എന്റെ കർത്താവാണ്. ഹല്ലേലൂയ. അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യമാണ്. അങ്ങയുടെ വചനത്തിൽ സൗഖ്യമുണ്ട്, അങ്ങയുടെ തുപ്പലിൽ സൗഖ്യമുണ്ട്. ആമേൻ. അങ്ങൊരു ഓട്ടം നോക്കിയത് സൗഖ്യമാണ്. അങ്ങയുടെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ സൗഖ്യമുണ്ട്. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. അവിടുത്തെ ജനങ്ങളവൻ ആരെന്നറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം അയച്ചു. ദീനക്കാരെ ഒക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ കൈ കുറുകിയിട്ടില്ല, ആ ചെവി മന്ദമായിട്ടില്ല. ക്യാൻസറാൽ മാറപ്പെടുന്ന പ്രിയപ്പെട്ടവർ കർത്താവേ ഈ സിറ്റിയിലുണ്ട്, ഈ സിറ്റിയിലുണ്ട്. ആമേൻ. എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയാണ്. കഴിഞ്ഞ ദിവസം കർത്താവേ ഞങ്ങൾ വേർപെട്ട കർത്താവേ ഹല്ലേലൂയ കുഞ്ഞിനെ ഓർത്ത് ഞങ്ങൾ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ വേദനാജനകമാണ്. ഹല്ലേലൂയ. അവർ കടന്നു പോകുന്നത് വളരെ വേദനയുള്ള ദിനങ്ങളാണ്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യ സമാധാനത്താല് ആ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ മാനിക്കണം. ദൈവവചനം പറയുവാൻ കർത്താവിന്റെ ദാസനെ ഇവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവരെ നീ അനുഗ്രഹിക്കണം. ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് അപ്പാ ദൈവമേ ഇങ്ങനെ ഒരു സഭ ആരംഭിപ്പാൻ ദൈവം കൊടുത്ത കാഴ്ചപ്പാടായ സ്തോത്രം. ഒരു മനോഹരമായ ഭവനം കൂടെ കർത്താവേ ഭൂമിയിൽ തലമുറകൾക്ക് നീ കൊടുത്തല്ലോ. അത് അനുഗ്രഹമാകട്ടെ. കമ്മ്യൂണിറ്റിക്ക് കർത്താവേ ആ ഭവനം ഒരു അനുഗ്രഹമാകട്ടെ. തുടർന്ന് നടക്കുവാൻ പോകുന്ന ഫാസ്റ്റിംഗ് പ്രയറിന്റെ കാര്യങ്ങൾ തരികയാണ്. ദൈവത്തിനെ തന്റെ ദാസ ഇരിക്കുമ്പോൾ വെളിപ്പാടുകളും ദർശനങ്ങളും ഈ സഭ മുന്നോട്ടങ്ങൾ നയിക്കണമെന്നുള്ള ജ്ഞാനം ഹല്ലേലൂയ കർത്താവിന്റെ മകനും കുടുംബത്തിൽ നീ കൊടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. ജോൺ തോമസ് പാസ്റ്ററെ ഞങ്ങൾ ഓർക്കുന്നു. കുടുംബമായി അവരെ അനുഗ്രഹിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കർത്താവേ കുഞ്ഞിന്റെ വിവാഹം മംഗളകരമായി നടക്കുവാൻ ദൈവം കൃപ ചെയ്തല്ലോ കർത്താവേ. മടക്കയാത്രയിലൊക്കെ അവരോട് കൂടെ ഇരിക്കണം. എന്റെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് മടക്കയാത്രയാണത് കർത്താവേ. ആ ദാസന്റെ കർത്താവേ ജോൺ തോമസ് പാസ്റ്ററൊക്കെ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം ചന്തമായും ഉചിതമായും ദൈവം നിറവേറ്റണം. ഞങ്ങളെ കൂടി പ്രാർത്ഥിക്കുന്ന ഈ സഭയുടെ അതിന്റെ കർത്താവേ ഞങ്ങൾ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുന്നു. ഈ കൂടില് അനേകം സ്നാനപ്പെടണം. ഞങ്ങളത് കാണുകയാണ്. വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. ദൈവത്തിന്റെ നാമം എങ്ങനെ മഹത്വപ്പെടണം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. എടുക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി സ്തോത്രം. കാര്യങ്ങൾ നീട്ടിയ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. ആരെങ്കിലും കർത്താവെ കാര്യങ്ങൾ നീട്ടുവാനുണ്ടെങ്കിൽ ഹല്ലേലൂയ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് അവർക്ക് കൊടുത്ത് മാനിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊതിഞ്ഞാട്ട പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ കേൾക്കണമേ സ്തുതിക്കുക. ആമേൻ. ആമേൻ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ നമ്മൾ അല്പസമയം ഇരിക്കുന്നതിന് മുൻപ് ഐ തിങ്ക് ഐ നീഡ് ടു ഡു two more things. മുമ്പ് ചെയ്തതിലൊട്ടുമല്ല, but I am just going to just propose something that Brother Jason has come to us with a lot of talents, and so I'm actually proposing that we don't need any vote or anything. I'm just proposing that in the times to come, we will appoint him as the director of media and technology. I've been thinking about a title for the last couple of weeks, and this is what I came up with. So right now we have a director of finance. This is a director of finance. That's one position we have. Now we have a director of media and technology.
now we probably will need another person, will be a director of records. That's an important position in this church. We have to have, before the word of God, I just wanted to mention this. This person will be the one who will keep all the records of the church. Record means minutes, and become part of the administrative part of the church. So, and I also wanted to take a minute to appreciate my wife, and she is the one neglected all the time, because I appreciate everybody else, but not my wife. And so she stands with me more than I can tell you, that even when her heart is in Saxby with her grandchildren and with her other children there, and she willingly came to Forney without any hesitation. She didn't give me any heartache to buy this house. She was for it. So I appreciate my wife for being with me and doing everything that she can. And she prays, this I can tell you, she prays daily for all. She prays not only for those who are here, she prays a lot for a lot of different people. We pray for all of you. You are in our hearts, and that's where you sit, in our hearts, nowhere else. And may God bless. I know Sister Vinci, you probably can help me on Wednesday, singing, and your singing voice is really so beautiful, very nice, and I appreciate your help with the Wednesday singing. I am singing now. I used to have Pastor Jonathan's wife, Sister Elsie. She used to help us in singing, and before that we had a Sister Annie, another Sister Annie, who was here with us, and so she came by herself, and her husband, they have to be as a family, so she had to leave because of that reason. I just wanted to just say that publicly, and we still pray for her, and I'm hoping one day she'll be back here. So we claim it in the name of Jesus. Okay, now I am going to come to the Word of God. Only have a few minutes left. I have a gift that God has given me. I can be very brief, and I don't have to have 45 minutes to preach. I can preach very in a few minutes. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രസംഗിക്കാൻ എനിക്ക് കഴിയും. അത് നമ്മൾ അല്പസമയമേ ഇതിൻ്റെ മുൻപാകെ ഉണ്ടാകത്തുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അറിവിനും പ്രയോജനത്തിനും വേണ്ടി പറയുന്നത്, ഒരു 60 മിനിറ്റ് കൊണ്ട് പ്രസംഗിക്കുന്ന കാര്യം 20 മിനിറ്റ് പ്രസംഗിക്കാം. You don't need 45 minutes, 60 minutes to preach. ഞാൻ പലരുടെയും പ്രസംഗം കേൾക്കുമ്പോൾ അനലൈസ് ചെയ്യാറുണ്ട്. അനലൈസ് ചെയ്യാറില്ല, ബട്ട് ആദ്യത്തെ 15 മിനിറ്റ് അവരെവിടെ പോയി എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും. 15 മിനിറ്റ് അങ്ങനെ പോകും. അത് പാസം പറഞ്ഞാൽ ഇത് നത്തിങ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. പിന്നെ ഒരു 15 മിനിറ്റ് അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. സോ അവസാനത്തെ ഒരു കുറച്ച് മിനിറ്റ് പറയും പ്രസംഗിക്കാൻ സമയമില്ല, വേഗത്തിൽ പോവുകയാണ്, വാക്യങ്ങൾ വേഗം വായിക്കാം. That is how they preach. But we don't have to do it that way. You just cut out all the unwanted things from your messages, unnecessary things. What is most important thing is the essence of the message is all the people get. I also believe, ഞാൻ വിശ്വസിക്കുന്ന വേറൊരു കാര്യം, ദീർഘസമയം പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ നമ്മുടെ തലയിലൊന്നും കയറത്തില്ല, ഹൃദയത്തിൽ പോകത്തില്ല. കാരണം ഈ മെയിൻ പോയിന്റ് പറയുന്ന സമയമായപ്പോഴത്തേക്ക് നമ്മൾ ആൾറെഡി നമ്മുടെ അറ്റൻഷൻ എല്ലാം പോയി. It's already gone. So എൻ്റെ ഒരു പ്രസംഗ രീതി എന്ന് പറയുന്നത്, use the first few minutes to say what is important, because that is what is going to get into your hearts. So I can preach in a very few minutes. ഞാൻ ഇന്ന് ഒരു ഇയർ എൻഡ് സൺഡേ ആണ്. So this message has to do something with ഇയർ എൻഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഒരു വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മനസ്സെപ്പോഴും ഒരു റിഫ്ലക്ഷൻ മോഡലായിരിക്കും. നമ്മുടെ ദൈവം നമുക്ക് എന്താണ് കാണുന്നത്. ഞാൻ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്.
So Bhavina Mohan is not going to read that Psalm again. So I'm preaching from this Psalm 121. ഈ 121-ാമത്തെ സങ്കീർത്തനത്തിൽ 4 പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ ഓർത്തിട്ടാണ്. 4 പ്രധാനപ്പെട്ട വാക്കുകൾ. ഒന്ന് പ്രൊവിഷൻ. 2, Justin used that word here, presence. Provision, presence. 3ാമത്തെ വാക്ക് പ്രൊട്ടക്ഷൻ. 4ാമത്തെ വാക്ക് power. When you know these 4 words, you know my message. ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. ഈ സഹായം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? That is provision. This man is looking for some sort of സഹായം. Help is always a provision. ആ പ്രൊവിഷൻ ഉണ്ടാക്കുന്ന ആരാണ്? അത് ഒരു മാനുഷികമായ സ്ഥാനത്തേക്കല്ല ഈ ഒരു പ്രൊവിഷന് വേണ്ടി അദ്ദേഹം പോകുന്നത്. ഈ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിൽ ഉയർത്തും, ഉയരങ്ങളിൽ അധിവസിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ മറ്റ് കുറച്ച് ക്വാളിറ്റീസ് ആണ്. ആൻഡ് ഹിസ് പ്രസൻസ് ഈസ് ഓൾവേസ് വിത്ത് us. നമ്മൾ നോക്കണം, യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേകരുടെ വീടുകളിൽ പോയിട്ടുണ്ട്, അനേക ആരാധന ആലയങ്ങളിൽ പോയിട്ടുണ്ട്, മലമേൽ പോയി സംസാരിച്ചിട്ടുണ്ട്. എല്ലാ ഇടങ്ങളിലും യേശു ക്രിസ്തു പോയിട്ടുള്ള എല്ലാ ഇടങ്ങളിലും what is that showing? His presence. യേശു ക്രിസ്തു ഒരു മരണം ഉള്ള വീട്ടിൽ പോയപ്പോൾ there was a resurrection. യേശു ക്രിസ്തു ഒരു കല്യാണ വീട്ടിൽ ചെന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു വിഷമഘട്ടത്തിലോട്ട് നീങ്ങുകയാണ്. അവിടുത്തെ ഗ്രഹവിചാരകന്മാരെ ഒരു വലിയ ഒരു മാനസിക ഭാരത്തിൽ കൂടി പോയി. അപ്പോൾ യേശുവിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ യേശുവിന്റെ അമ്മയ്ക്ക് നമുക്കറിയാവുന്ന സ്റ്റോറിയാണ്. ഗോ ഇൻ ടു ദ സ്റ്റോറി. only want to say the essence of it. യേശുവിന്റെ അമ്മയ്ക്ക് ആ വീടിന്റെ അവസ്ഥ മനസ്സിലാക്കി. എന്നിട്ട് യേശുവിന്റെ അടുത്ത് വന്നു, ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരാളുണ്ട് എന്ന് യേശുവിന്റെ അമ്മയ്ക്ക് മനസ്സിലായി. എന്നിട്ട് മറ്റുള്ളവർ പറഞ്ഞു, അവൻ എന്തെങ്കിലും പറയുവാണെങ്കിൽ അത് ചെയ്യുക. So there's always a connection to everything. യേശുവിന്റെ പ്രസൻസ് ഉണ്ടായപ്പോൾ ആ ഗ്രഹത്തിലെ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെട്ടു. സോ നമ്മൾ നമ്മുടെ ദൃഷ്ടികൾ ഉയർത്തുന്നത് മാനുഷിക സങ്കേതങ്ങളിലേക്കല്ല, മാനുഷിക അധികാര കേന്ദ്രങ്ങളിലേക്കല്ല, അല്ലെങ്കിൽ കുറച്ച് പണമുള്ളവരുടെ അടുക്കലേക്കല്ല. പണം നല്ലതാണ്, പണമുള്ളവരുടെ അടുക്കലേക്കല്ല, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഗാർഡായിട്ട് നമ്മളെ കാക്കാനായിട്ട് കുറച്ച് ഗുണ്ടാ സംഘത്തിന്റെ അടുത്തേക്കല്ല നമ്മൾ നമ്മുടെ ദൃഷ്ടികളെ ഉയർത്തുന്നത്. ഇന്നത്തെ സഭാ നേതാക്കന്മാരെ കാത്തു സൂക്ഷിക്കാൻ വരെ ഗുണ്ടകളുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ഉള്ള കാര്യം പറയുന്നതിൽ എനിക്കൊരു വിഷമമില്ല. നമ്മുടെ സഭാ നേതാക്കളെ കാത്തു സൂക്ഷിക്കാൻ ഒരുപാട് ഗുണ്ടകളെ അവർ വളർത്തുന്നു. അപ്പൊ നമ്മളുടെ ദൃഷ്ടി നമ്മൾ ഉയർത്തുന്നത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി, നമ്മുടെ പ്രൊവിഷന് വേണ്ടി, നമ്മുടെ സഹായത്തിന് വേണ്ടി നമ്മുടെ ദൃഷ്ടികളെ നമ്മൾ ഉയർത്തുന്നത് നമുക്ക് സഹായം തരുവാൻ കഴിവുള്ളവരിലേക്കാണ്. അത് ദൈവം മാത്രമേ ഉള്ളൂ. He is powerful. He is very powerful. ഇതിന്റെ എല്ലാ വാക്യങ്ങളും നമുക്ക് വായിക്കാനായിട്ട് സമയമില്ല. പക്ഷെങ്കിൽ നമ്മുടെ പ്രൊവിഷൻ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ നമുക്ക് എന്തോ പ്രൊവിഷനാണ് ആവശ്യമുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ദൈവത്തിന് അറിയാൻ നമുക്ക് എന്താണ് ആവശ്യമുള്ളത്. എൻ്റെ സ്വന്തം ജീവിതത്തിൽ കൂടി എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ലഭിക്കാൻ ഞാൻ പ്രാർത്ഥിച്ച ചില കാര്യങ്ങളുണ്ട്. വളരെ ഉദാഹരണമായിട്ട് ഞാൻ വെറൈസിന് ജോലി ചെയ്യുമ്പോൾ I think I had 12 promotions there. ഒരു 24 വർഷം ജോലി ചെയ്ത് I got 12 promotions in those 24 years. ഞാൻ ഒരു പ്രൊമോഷൻ വളരെ ആഗ്രഹിച്ചു, എനിക്ക് കിട്ടണമെന്നിങ്ങനെ വളരെ ആഗ്രഹിച്ചു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. പക്ഷെ അത് കിട്ടിയ ആളുടെ ജോലി അതോടുകൂടി പോയി.
നമുക്ക് ഞാനത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവത്തോട് ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇതെനിക്ക് അത്യാവശ്യമാണ് തന്നേ പറ്റൂ എന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തിന് അറിയാം നമുക്ക് എന്താണ് ആവശ്യം. നമ്മുടെ സേഫ്റ്റി, നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ ലോങ് ടൈമിൽ നമുക്ക് എന്താണ് നല്ലത്, അങ്ങനെയുള്ള പ്രൊവിഷൻസ് ആണ് ദൈവം നമുക്ക് തരുന്നത്. അതാണ് നമ്മുടെ ദൈവം സർവജ്ഞാനിയാണ്, അല്ലേ? സർവജ്ഞാനിയാണ്. നമുക്കൊരു മാനുഷികമായിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ പ്രത്യേകിച്ച് കൗൺസിലിംഗ് ഒക്കെ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളാണ് സിസ്റ്റർ മിനി കുര്യൻ. ആൻഡ് അപ്പോൾ നമ്മളിപ്പോൾ കൗൺസിലിംഗ്, നമ്മൾ ഒരു പ്രശ്നത്തിന്റെ മുഖത്ത് ഒന്ന് കൗൺസിലിംഗ് തന്നാലും ഈ കൗൺസിലർക്ക് നമ്മൾക്ക് പറഞ്ഞുതരാൻ കഴിയുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ നമ്മൾ കുറച്ച് ലിമിറ്റഡ് ഉള്ള വ്യക്തികളാണ്. ആ ലിമിറ്റേഷൻ ഉള്ളിൽ നിന്നാണ് നമ്മൾ വേറെ ആളെ സഹായിക്കുന്നത്. പക്ഷെ ദൈവത്തെ കുറിച്ച് നോക്കണം, ഈസ് അൺലിമിറ്റഡ്. ഈസ് സോ അൺലിമിറ്റഡ്. ദൈവത്തിന്റെ അറിവിന് ലിമിറ്റ് ഇല്ല, ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ലിമിറ്റ് ഇല്ല, ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിന് ലിമിറ്റ് ഇല്ല. ഒരു ലിമിറ്റും ഇല്ലാത്ത ഒരു വ്യക്തി. നോക്കണം, നമുക്ക് ഒരു ചെലവുമില്ലാതെ ഫ്രീ ആയിട്ട് നമ്മൾ ഇവിടെ വായിക്കുന്നത് കാൽ വഴുതുവാൻ സമ്മതിക്കത്തില്ല, ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മെ പരിപാലിക്കുന്നു. നമ്മുടെ പ്രാണനെ, നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രാണനെ ദൈവം പരിപാലിച്ചത് കൊണ്ടാണ്. നമ്മൾ പോകുന്നയിടത്ത്, നമ്മൾ വരുന്നയിടത്ത് നമ്മൾ നോക്കണം ദൈവത്തിന്റെ പ്രൊവിഷൻ, ദൈവത്തിന്റെ പ്രസൻസ്. നമ്മൾ കാറെ കയറുമ്പോൾ, നമ്മൾ കാറെ കയറി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമുക്ക് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ടാണെന്ന് നമുക്കൊരു ഉത്തരം കിട്ടിയേക്കാം. പക്ഷെ അതിലും അപ്പുറത്തൊരു ഉത്തരവുണ്ട്, ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് നമ്മൾ ആപത്തില്ലാതെ, അപകടങ്ങളില്ലാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു. പ്രസൻസ്, പ്രൊവിഷൻ ആൻഡ് then God's power. ദൈവത്തിന്റെ പ്രവർത്തനത്തിന് യാതൊരു ലിമിറ്റേഷനും പരിധികളുമില്ല. ശക്തി, ദൈവത്തിന്റെ ശക്തി, ആ ശക്തിയെ കുറിച്ച് നമുക്ക് ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തനത്തിന് വളരെ ശക്തി. അപ്പൊ നമ്മൾ ഈ ഇയർ എൻഡിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? We are reflecting. കർത്താവേ, നിന്റെ പ്രൊവിഷനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പ്രൊവിഷനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മാത്രം ഏകയായിരുന്നപ്പോൾ എന്നെ ആരും സഹായിക്കാനില്ലാതിരുന്നപ്പോൾ, ഒരു കണ്ണിനും എന്നോട് ദയയില്ലാതിരുന്നപ്പോൾ എന്നെ തേടി വന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ. നമ്മൾ ഒരു പണവും മുടക്കാതെ സ്വർഗത്തിലെ ദൈവം 24 മണിക്കൂർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന വ്യക്തികളാണ്. അവർ നമ്മളെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നമ്മളെ കൈകളിൽ വഹിച്ചുകൊള്ളുന്നു. ആ ദൈവം ചെയ്ത നന്മകളെ നമ്മൾ ഒന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ദിവസമാണ് ഈ അവസാനത്തെ ഈ ഞായറാഴ്ച. ഈ ഞായറാഴ്ച മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, we have to do it periodically. നമ്മൾ എന്നും ഡെയിലി ഇത് ചെയ്യേണ്ടതാണ്. എങ്കിലും when we come towards the end of the year, this is what we are focusing on. And also, there's one other thing that we need to do. That I will do on Watch Night service. We have to look forward. We are not only looking behind. നമ്മൾ കഴിഞ്ഞ കാലത്തിലേക്ക് മാത്രം നോക്കി അതിൽ കർത്താവെ ഞാൻ സംതൃപ്തിപ്പെട്ടു, അല്ല ഞാൻ നിനക്ക് നന്ദി എന്ന് പറയല്ല. Then we have to look forward. ദൈവം അനുവദിക്കുന്ന പക്ഷം നമ്മൾ ബുധനാഴ്ച ഒന്നിച്ച് കടന്നു വരുമ്പോൾ we will look as a church what we look forward to. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അടുത്ത ഈ ബുധനാഴ്ച നാം ഒന്നിച്ച് കടന്നു വരുമ്പോൾ, ബുധനാഴ്ച നമുക്ക് we won't have any Zoom meeting. We are going to be here. ഈ ആലയത്തിൽ തന്നെ നമ്മൾ കടന്നു വന്ന് we going to worship God. ദൈവസന്നിധിയിൽ നമ്മൾ അനുഗ്രഹം പ്രാപിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ച് 26 നമ്മുടെ ലൈഫിൽ ഏറ്റവും അനുഗ്രഹമായി തീരുന്ന ഒരു വർഷമാക്കി തീർക്കുവാൻ നമ്മൾ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഒരു വേളയായിരിക്കും. നമ്മുടെ ലൈഫിൽ ഇതുവരെ ദൈവം ഉത്തരം തരാത്ത അനേക വിഷയങ്ങളുണ്ട്. 26 ദൈവം പ്രവർത്തിക്കുവാൻ കൂടുതൽ, അതിലൊക്കെ ഉപരിയായി നമ്മെ ദൈവത്തിന്റെ വേലയിൽ ശക്തമായി ഉപയോഗിക്കുവാൻ. മിനിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് അകത്തെ മിനിസ്ട്രിയാണ്. ഇവിടെ ചർച്ചിന് ഉള്ളിലെ മിനിസ്ട്രിയാണ്, ചർച്ചിന്റെ പുറത്തെ മിനിസ്ട്രി. ചർച്ചിന്റെ പുറത്താണ് ഒരുപാട് മിനിസ്ട്രി ഉള്ളത്.
ദൈവം നമ്മെ ചർച്ചിന്റെ പുറത്ത് ഉള്ള മിനിസ്ട്രിയിൽ ഉപയോഗിക്കുവാൻ, അങ്ങനെ നമ്മൾ ടോട്ടലി സഭയായി നമ്മൾ ടോട്ടലി ഡെഡിക്കേറ്റ് ചെയ്ത് ദൈവസന്നിധി സമർപ്പിച്ച് നമുക്ക് 26-ൽ ദൈവത്തിന് വേണ്ടി മുന്നേറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് ബുധനാഴ്ചത്തെ പ്രാർത്ഥനയും അനുഗ്രഹമായി തീരട്ടെ. ഈ സങ്കീർത്തനത്തിൽ നിന്നുള്ള പാട്ടാണ് ഉയർത്തിട്ട് ഞാൻ എൻ്റെ കണ്ണുകൾ. നാം ഈ വർഷം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈ പാട്ട് ദൈവസന്നിധിയിൽ പാടി നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്നുകൂടെ സമർപ്പിക്കാം. കർത്താവേ, എന്റെ ആവശ്യങ്ങളുടെ മുഖത്ത് ഞാൻ മാനുഷികമായ സങ്കേതങ്ങളിലേക്കല്ല, എനിക്ക് സഹായം തരുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിലേക്ക് എന്റെ ദൃഷ്ടികളെ ഞാൻ ഉയർത്തുന്നു. നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കാം. ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ ഉമയാരോടും വൻമീനിൽ ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ ഉമയാരോടും വൻമീനിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ താൻ ഇല്ലേരിക്കൂ കേൾക്കും. യഹോവയൻ പാലകൻ താൻ ഇല്ലേരിക്കൂ കേൾക്കും. ശത്രുവിനെ നീക്കിയെന്നെ മാറതോറും കാത്തിടുന്നു. ശത്രുവിനെ നീക്കിയെന്നെ മാറതോറും കാത്തിടുന്നു. നീതിയിൻ സൽപാതകളിൽ നിത്യവും നടത്തിയിടുന്നു. നീതിയിൻ സൽപാതകളിൽ നിത്യവും നടത്തിയിടുന്നു. ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരോടും വൻകീഴിൽ. ഉയർത്തിയിടും ഞാൻ എന്റെ തുണയാരോടും വൻകീഴിൽ. ഈ 25-ൽ നമ്മെ നടത്തിയ ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കാം. പ്രിയാച്ചായി പ്രാർത്ഥിച്ച് ഈ സഭയോടും ഇവിടെ അവസാനിപ്പിക്കും. ഇന്നത്തെ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വർഷത്തിന്റെ അവസാനത്തെ നന്ദിയോട് സ്തോത്രം അതിനുശേഷം സഹായിക്കണേ.
കുട്ടിക്കുന്ന നല്ല മക്കൾക്കായി നന്ദിയോടെ എല്ലാ കുടുംബങ്ങൾക്കായി വ്യക്തികൾക്കായി രാത്രികളെ വിസ്ഥാനപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുറ്റുപാടുന്ന അവിടെ നിന്ന് കർത്താവെ സഭയെ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും എല്ലാവരെയും സഭയെ സഹായിക്കുന്നു. സഹായിക്കുന്നു കർത്താവെ ഈ രാജ്യത്തെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ കൊണ്ടുവന്ന നേരത്തെ കർത്താവ് ജോൺ പാസിന് വേണ്ടി അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നന്ദിയോട് സ്തോത്രം. കർത്താവേ വന്നല്ല കുടുംബങ്ങളെ കർത്താവേ കുടുംബത്തിന്റെ സഭയ്ക്ക് അനുഗ്രഹമായി കുടുംബത്തെ കർത്താവെ അവരെ കർത്താവ് അനുഗ്രഹിക്കണം. പ്രിയ ജാവേദിന് വേണ്ടി പ്രാർത്ഥന കർത്താവെ പ്രാർത്ഥന വഴി അനുഗ്രഹിക്കണം. സഭയ്ക്ക് ഒരു അനുഗ്രഹമായി ആവശ്യമത്ത് സഹായിക്കണേന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓർത്ത് പ്രാർത്ഥന വിഷയവും ആരാധന അനുകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൊച്ചുകുടുംബത്തെ പ്രാർത്ഥന യാചനയുടെ സ്തോത്രം ഈശ്വർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹത്തോടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോട് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കും.